വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് സാൻഡ്വിച്ചസ്. അപ്പോൾ സാൻഡ്വിച്ച് തന്നെ പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കും. മീറ്റ് വെച്ച്, എഗ്ഗ് വെച്ചിട്ട്, വെജിറ്റബിൾസ് വെച്ചിട്ട് പല തരത്തിലുണ്ടാക്കും. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള എഗ്ഗും ടൊമാറ്റോസും മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ടൊമാറ്റോ എഗ് സാൻഡ്വിച്ച്. കണ്ടു നോക്കാം. ഈ ടൊമാറ്റോ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. കുറച്ച് ബട്ടർ നമ്മൾ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബട്ടർ ബേൺഡ് ആവാതിരിക്കാൻ കുറച്ച് ഓയിലും കൂടെ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ്, ഒരു 1 ടീസ്പൂൺ ഓയിൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള, എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു സാൻഡ്വിച്ചാണ് ഇത്, ടൊമാറ്റോ എഗ് സാൻഡ്വിച്ച്. ഇതിലേക്ക് ഒരു വലിയ സവോള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. അണിയൻസ് കുക്ക് ചെയ്യുമ്പം എപ്പോഴും പറയാറുള്ള പോലെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടാം. സോൾട്ട് ഇടുമ്പോൾ പെട്ടെന്ന് അണിയൻസിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി പെട്ടെന്ന് അത് കുക്കാവും. അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആവണം, അതുവരെ കുക്ക് ചെയ്യുക. ബ്രൗണിങ് ഒന്നും ഇല്ല, നന്നായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോൾ. ഇപ്പം നോക്കിയാൽ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അണിയൻസും ടൊമാറ്റോയും എഗ്ഗുമാണ്. ടൊമാറ്റോ 2 വലിയ ടൊമാറ്റോ എടുത്തേക്കുന്നത്. ടൊമാറ്റോസ് ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. ആ ടൊമാറ്റോസ് മൊത്തം ഉടയുന്ന വരെ കുക്ക് ചെയ്യുക. ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക കേട്ടോ. നമ്മൾ ആദ്യം സവാള കുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ ആഡ് ചെയ്തു. ഒരു 1/2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ടൊമാറ്റോസ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ച് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോസ് നന്നായിട്ട് പേസ്റ്റ് പോലായി. ഇനി ഇതിലേക്ക് പെപ്പർ നന്നായിട്ട് ഇടുക. ഞാൻ 1.5 ടീസ്പൂൺ പെപ്പറാണ് ഇടുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ എരിവ് എത്ര വേണോ അതിനനുസരിച്ചിടാം. മുട്ട ഇട്ടിട്ട് നമ്മൾ അധികം നേരം കുക്ക് ചെയ്യത്തില്ല. ആഡ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അതിന് മുമ്പ് ആഡ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഓപ്ഷണലാണ്, മല്ലിയില നിർബന്ധമില്ല. ഇച്ചിരി ബട്ടർ കുറവാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്യാം, ശകലം ബട്ടർ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഗ്ഗ് ഇട്ടിട്ട് നമ്മൾ അധികം കുക്ക് ചെയ്യത്തില്ല, ഒരു പേസ്റ്റ് പോലെ നമുക്ക് വേണ്ടേ. ഈ അളവിൽ 4 മുട്ട, ഈ സമയത്ത് കെയർഫുൾ ആയിരിക്കണം, ഓവറായിട്ട് ഹീറ്റ് ചെയ്യില്ല. ജസ്റ്റ് ആ മുട്ട ജസ്റ്റ് ഒന്ന് കുക്ക്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുക. പേസ്റ്റ് പോലെ തന്നെ ഇരിക്കുക. എന്നാൽ പച്ചമുട്ടയുടെ ഇഫക്റ്റ് ആവല്ല, അത്യാവശ്യം കുക്കാവും. പിന്നെ ആ ഹീറ്റിലിരുന്ന് ചെറുതായിട്ട് കുക്കാവുമല്ലോ, അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഓഫ് ചെയ്യുക. ഞാനിപ്പോഴേ ഓഫ് ചെയ്തു, പാൻ ഓഫ് ചെയ്തു. ഈ ഒരു സ്റ്റേജിൽ നിർത്തുക. ഈ പാനിലിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് കുക്കായിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യാനായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തേക്കുന്നത്, ഇതിലേക്ക് ഇച്ചിരി ബട്ടർ അപ്ലൈ ചെയ്യാം. നമ്മൾ അരികെ കട്ട് ചെയ്ത് കളയും, അപ്പോൾ അതുകൊണ്ട് സൈഡ്സിൽ തേക്കണ്ട, നടുക്ക് മാത്രം. ഇനി നമുക്ക് ഫില്ലിംഗ്. ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണൊക്കെ വെച്ച് ഓരോ സ്ലൈസിലും അപ്ലൈ ചെയ്യുക.
ഫില്ലിംഗ് ഇടുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചിലർക്ക് വളരെ തിന്നായിട്ടായിരിക്കും ഫില്ലിംഗ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് കൊടുത്താൽ മതി. തിക്കായിട്ട് ഫില്ലിംഗ് വേണമെങ്കിൽ നല്ല കട്ടിക്ക് കൊടുക്കാം. ഈ അളവ് നമുക്കൊരു 6 സാൻഡ്വിച്ച് ബ്രെഡ്, അതായത് 6 സാൻഡ്വിച്ചസ് ഉണ്ടാക്കാനായിട്ടുള്ളതുണ്ടാവും. ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിലാണ് കാണിക്കുന്നത്. അടുത്തായിട്ട് ഇതും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ലെറ്റ്യൂസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ലെറ്റ്യൂസ് വെക്കാം, കവർ ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ എഗ് സാൻഡ്വിച്ച് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ്സ് കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാം. ഞാൻ ഒന്ന് സൈഡ്സ് കട്ട് ചെയ്യുവാണ്. ഇത് ഒന്നുകിൽ ട്രയാങ്കിളായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സാൻഡ്വിച്ച് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വരണമെങ്കിൽ ഒന്ന് കൈ ഇങ്ങനെ മേലെ പിടിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇത് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിൽക്കൊരു നന്ന തുണീൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ അത് മോയ്സ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ലെറ്റ്യൂസ് ഇല്ലാതെയും നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ലെറ്റ്യൂസ് ഇടുമ്പോൾ നമുക്കൊരു ക്രഞ്ചും കൂടെ കിട്ടും, അത്ര ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ലെറ്റ്യൂസ് ഈസിലി അവൈലബിൾ അല്ല എങ്കിൽ ജസ്റ്റ് ആ ടൊമാറ്റോ എഗ് മാത്രമായിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നമ്മുടെ ഈ ടൊമാറ്റോ എഗ് സാൻഡ്വിച്ച് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പോൾ ഈ സാൻഡ്വിച്ചിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസിനൊപ്പം തന്നെ ക്യൂക്കമ്പർ, ഫ്രഷ് അണിയൻസ് ഒക്കെ വേണമെങ്കിൽ ഒരു ലെയർ കൊടുക്കാം. അപ്പം അങ്ങനെയും ഈ സാൻഡ്വിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.